ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനുള്ള മറ്റൊരു മാർഗം ഇന്നത്തെ വചന വിചിന്തനത്തിലൂടെ നമ്മൾ കണ്ടെത്തുകയാണ്. എൻ്റെ കണ്ണേ എന്നെ കൊല്ലരുത് എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ ഉണ്ണിക്ക് നാം കൊടുക്കുന്ന മനോഹരമായ ഒരു ഉമ്മയായിരിക്കും അത്. നമുക്കറിയാം, വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, കണ്ണുകളെ നിയന്ത്രിച്ച് കീഴടക്കണം. കണ്ണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ തെറ്റുപറ്റാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു യുവാവ് സൂചിപ്പിച്ചൊരു കാര്യം, ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ആരെയും തന്നെ നല്ല രീതിയിൽ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ തെറ്റായ രീതിയിലുള്ള ആ ഒരു കാഴ്ചയിലേക്കാണ് പോവുക. ഇവിടെ ഒരു കമൻറ്റ്, നമ്മുടെ ആത്മീയ ഭോജ്യത്തിൻ്റെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചതാണ്. ഒരാൾ പറഞ്ഞത്, 65-70 വയസ്സ് കഴിഞ്ഞിട്ടും ഈ വായി നോട്ടം അതെന്തൊരു അസഹനീയമായ കാര്യമാണ്. ഇനി അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രായം ചെന്നാലും അവർക്ക് ഈ വായി നോട്ടം അവർക്ക് ഒഴിവാക്കാനായിട്ട് പറ്റാതെ പോകുന്ന അവസ്ഥ, കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്ന ആ ഒരവസ്ഥ. നമ്മൾ ഈ പ്രാർത്ഥന നടത്തുന്നത് വളരെ നല്ലതാണ്. എൻ്റെ കണ്ണേ നീ എന്നെ കൊല്ലരുത്. കണ്ണുകളെ നിയന്ത്രിക്കാതിരുന്നാൽ നമ്മൾ മരണത്തിലേക്കാണ് നമ്മളെ തന്നെ തള്ളിവിടുക എന്നുള്ളത് വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുഭാഷിതങ്ങൾ 30:13 വചനം എടുക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കണ്ണിൽ ഗർവം മുറ്റി നിൽക്കുന്നത്. അഹങ്കാരം, ഗർവം. അത് ചിലരുടെ നോട്ടമൊക്കെ കാണുമ്പോൾ അവർ സംസാരിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്കറിയാം അഹങ്കാരപൂർവമുള്ള നോട്ടം, കണ്ണിൽ ഗർവം മുറ്റി നിൽക്കുന്നത്. ഞാൻ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ, യുവജനങ്ങളെ അബോർഷൻ അതുമായി ബന്ധപ്പെടുത്തി ചില വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ എങ്ങനെയാണ് അബോർഷൻ നടത്തുക, ഇനി അതിനകത്ത് കാണാൻ സാധിക്കും, കണ്ടുകൊണ്ടിരുന്ന ചില യുവജനങ്ങൾ ഈ കാറ്റത്ത് മാമ്പഴം വീഴുന്നത് പോലെ തലകറങ്ങി വീഴുക. അവർക്കത് തുടർന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു അവസ്ഥ. ഈ കുഞ്ഞുങ്ങളും വിളിച്ചു പറയുന്ന ഒരു കാര്യം, പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കൊല്ലരുതേ, എന്നെ കൊല്ലരുതേ. നമ്മുടെ ഭാഗത്തു നിന്നും നാം നമ്മുടെ കണ്ണുകളോട് പറയേണ്ട ഒരു കാര്യമാണ്, എന്നെ കൊല്ലരുത്. അതിന് കണ്ണ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം. മത്തായിയുടെ സുവിശേഷം 5:29 വചനം എടുത്താൽ, മത്തായി 5:29, നിന്റെ കണ്ണ് പാപഹേതുവാകുന്നെങ്കിൽ ചൂഴ്ന്നെടുക്കുക, ചൂഴ്ന്നെടുത്ത് വലിച്ചെറിയുക. നിന്റെ കണ്ണ് പാപഹേതുവാകുന്നെങ്കിൽ, നിന്റെ കണ്ണ് നിന്നെ നിത്യനാശത്തിലേക്ക്, ആത്മനാശത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ കണ്ണ് പോട്ടെ, ചൂഴ്ന്നെടുത്ത് വലിച്ചെറിയുക. കണ്ണിന് നമ്മളെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത് കൊണ്ടല്ലേ ഈ ഒരു കാര്യം കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ആദ്യത്തേത്, കണ്ണുകളുടെ പ്രാധാന്യം. ശരിയായ കണ്ണുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയായ നോട്ടം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 6:22 മുതൽ വായിക്കുമ്പോൾ, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. ഈ കണ്ണ് പ്രകാശമില്ലാത്തതായാൽ ശരീരവും പ്രകാശമില്ലാത്തതാവും. കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശത്തിൽ വസിക്കും. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് കുറ്റമറ്റ കണ്ണ് അതാഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. മത്തായി 5:13 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ ലോകത്തിൻ്റെ പ്രകാശമാകണം, നീ ഭൂമിയുടെ ഉപ്പാകണം. ഇതിന് കണ്ണ് ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നടക്കാൻ പോകുന്നില്ല. ലോകത്തിൻ്റെ പ്രകാശമാകാനും ഭൂമിയുടെ ഉപ്പായി മാറാനും നമ്മുടെ കണ്ണ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം, നമ്മുടെ നോട്ടം ശരിയാകണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പ്രകാശമാണെങ്കിലും ഉപ്പാണെങ്കിലും രണ്ടും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് നന്മ വരുത്തുന്ന കാര്യമാണ് പ്രകാശവും ഉപ്പും. ഇതുപോലെ മറ്റുള്ളവർക്ക് നന്മ വരുത്തണമെങ്കിൽ നമ്മുടെ കണ്ണുകളെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ ആ സ്ത്രീ പറഞ്ഞതുപോലെ, ചിലരുടെ നോട്ടം പോലും എനിക്ക് വളരെ അരോചകമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നവരായി മാറാം. ലൂക്കാ 11:36 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശരീരം ഏതെങ്കിലും ഒരു ഭാഗമല്ല, നിന്റെ ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കണം. അതിന് കണ്ണുകൾ പ്രകാശിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമതൊരു കാര്യം, നമ്മുടെ കണ്ണ് ദൈവസ്നേഹത്തിൽ രൂപപ്പെടണം. എങ്കിലേ പ്രകാശമുള്ള കണ്ണുകളായിരിക്കത്തുള്ളൂ, പ്രകാശത്തിൽ നമ്മുടെ ശരീരം മുഴുവൻ വസിക്കാൻ അനുവദിക്കത്തുള്ളൂ. എഫേസസ് അതിൻ്റെ 4-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 16 വചനം പറയുന്നത് എന്താ? നിന്റെ ശരീരത്തിൻ്റെ എല്ലാ സന്ധിബന്ധങ്ങളും ദൈവസ്നേഹത്തിൽ രൂപപ്പെടണം.
ഇതുപോലെ രൂപപ്പെടുത്തിയെടുത്ത ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ജോബിന്റെ പുസ്തകം 31 1-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറയുന്നത് എന്താണ്? എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാനൊരു ഉടമ്പടി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണുകളെ ദൈവസ്നേഹത്തിൽ അവൻ രൂപപ്പെടുത്തി. ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് തെറ്റായ രീതിയിൽ ഒരാളെ നോക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഇത് ആത്മീയതയുടെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന വ്യക്തികൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് കണ്ണിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് കാഴ്ചയിലല്ല, വിശുദ്ധിയിലാണ്. ഇന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം 20/20 വിഷൻ മതി. അത് ഇത്ര പ്രായം ചെന്നിട്ടും കാഴ്ചയ്ക്ക് എനിക്ക് കണ്ണാടി വേണ്ട, അല്ലെങ്കിൽ സർജറി വേണ്ട, അല്ലാതെ കാണാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നവരെ കാണും. അതാണോ പ്രധാനപ്പെട്ടത്? അതോ നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടത് വിശുദ്ധി? ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു 2 കാര്യങ്ങൾക്ക് വേണ്ടി. എന്തിനാണെന്നറിയോ? ജോയ്ഫുൾ ഹാർട്ട്, ജോയ്ഫുൾ ഐസ്. ആനന്ദമുള്ള കണ്ണുകൾ ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ. അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, എല്ലാ ദിവസവും അതിനായിട്ട് പ്രാർത്ഥിക്കുവിനാണ്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നോട്ടം ശരിയല്ലെങ്കിൽ പറ്റാവുന്ന കാര്യങ്ങളെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. നല്ല നോട്ടമാണെങ്കിൽ ഉണ്ടാകാവുന്ന നേട്ടത്തെക്കുറിച്ചും വചനം പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 34 5-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, അവനെ നോക്കിയവർ പ്രകാശിതരായി. നല്ല നോട്ടം അവരെ നയിച്ചത് എങ്ങോട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വിശുദ്ധ ആഗ്നസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിച്ചോള്. ഇനി പലരും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അവൾ അതിനൊന്നും വഴങ്ങിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് അവളെ മാനഭംഗപ്പെടുത്താൻ വേണ്ടി ഏർപ്പാട് നടത്തി, അവളെ വിവസ്ത്രയാക്കി. 4 അടി കിട്ടിയാലും ഇത്രയും വിഷമമില്ലായിരുന്നു. അവൾ വളരെ വിഷമത്തോടെ നിന്ന സമയത്ത് അവളുടെ മുടി വളർന്നിട്ട് നഗ്നത മറയ്ക്കപ്പെട്ടു. ഇനി ഇത് കണ്ട് കുറേ പേരെല്ലാം ഓടിപ്പോയി. എന്നിട്ടും ഓടിപ്പോകാതിരുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. ഏതാണ്ട് ഇടിമിന്നൽ പോലെ അവർക്ക് വന്നിട്ട് അവരെല്ലാവരും അന്ധരായി മാറി. ഇതൊക്കെ തെറ്റായ നോട്ടം എവിടെ കൊണ്ട് എത്തിച്ചു? ദൈവത്തെ നോക്കിയവര് പ്രകാശിതരായി എന്നുള്ളത് വചന വെളിച്ചത്തിൽ നാം കണ്ടൊരു കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ നല്ലൊരു തീരുമാനം, കർത്താവേ എൻ്റെ കണ്ണുകൾ ഒരിക്കലും എന്നെ കൊല്ലരുത്, അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നടന്നെടുക്കരുത്, അതിന് തീരുമാനമെടുക്കുന്നു, അതിനെന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.